Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Kyle's Herb, Kerala Herbal Cuisine. Co-powered by Global Laboratories and Testing LLC. This program is brought to you by Minus Fresh. സിഗരറ്റ് ഉണ്ടാക്കുന്നവൻ കോടാനുകോടീശ്വരൻ, മദ്യമുണ്ടാക്കുന്നവൻ കോടാനുകോടീശ്വരൻ, പക്ഷേ അന്നമുണ്ടാക്കുന്ന കൃഷിക്കാരൻ എന്നും ദരിദ്രൻ, കടക്കാരൻ. നമസ്കാരം. ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജീഷ്. കഴിഞ്ഞ ആഴ്ചയിലെ കായൽ വിശേഷങ്ങൾ നമ്മൾ വീണ്ടും തുടരുകയാണ്. ഭക്ഷണത്തിനോടൊപ്പം നമ്മുടെ വൈവിധ്യങ്ങളെ എല്ലാം തന്നെ ഈ റെസ്റ്റോറൻറ്റ് ശൃംഖല നമ്മുടെ UK കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കായൽ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കായൽ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് എല്ലാ ടൈപ്പുള്ള ആളുകളും വരുന്നതല്ലേ? കേരളത്തിൽ നിന്ന് വരുന്നവർ മാത്രമല്ല, ഇംഗ്ലീഷ് പീപ്പിൾസും ഇറ്റാലിയൻസും എല്ലാവരും വരുന്നതല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റീസ് ഫുഡ് വെറൈറ്റീസ് ഒക്കെ എന്താണ്? തീർച്ചയായിട്ടും ഇതൊരു കേരള കൺസെപ്റ്റാണ്. കേരള ക്വിസീൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മാത്രമുള്ള ഡിഷുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ വരുന്നത് കോട്ടയം, പാല ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു കുറച്ച് ഡിഷുകളുടെ കൂടുതലുണ്ട്. കാരണം അതാണ് നമ്മൾ കൂടുതൽ നമുക്കറിയാവുന്നത്. അപ്പോൾ നമ്മൾ UK കേരള ക്വിസീൻ ചെയ്യുമ്പം മലയാളികളെ ഉദ്ദേശിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ളത് ഇവിടുത്തുകാരാണല്ലോ. തന്നെയല്ല, മലയാളിയോട് മലയാളി ഫുഡിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തുകാരിലേക്ക് എത്തിക്കുമ്പോൾ അതിനകത്താണ് നമുക്കൊരു ത്രില്ലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു മോഡേൺ യൂറോപ്യൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൻ്റെ അതേ നിലവാരത്തിൽ നമ്മളുടെ കേരളത്തിലെ ഫുഡ് ഇവിടെ സെർവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു ഫീലാണ് നമുക്കുള്ളത്. അത് വളരെ സന്തോഷമായിട്ടും ഭംഗിയായിട്ടും പോകുന്നു. അതിലേതൊക്കെ ഫുഡാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത്? കേരളം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കൊളോണിയൽ ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയുമായിട്ടുള്ളൊരു ഒരു കണക്ഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഫുഡ് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും അതിനനുസരിച്ചുള്ളൊരു മെനുവാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായും നമുക്ക് വെജിറ്റബിൾസ്, ട്രോപ്പിക്കൽ ലാൻഡായ കേരളത്തിൽ നിന്ന് വെജിറ്റബിൾസിൻ്റെ പ്രാധാന്യം വളരെ ഉണ്ട്. ഇവിടെ വീഗൻ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ അങ്ങനെയുള്ള ഫുഡിനുള്ള ഒരു പ്രാധാന്യം കൂടുതലാണ്. അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനിങ് നമ്മൾ അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കോസ്റ്റൽ ക്വിസീനാണ്. നമ്മൾ കോസ്റ്റലായതുകൊണ്ട് സീ ഫുഡ് ആണ് നമ്മൾ കൂടുതലും ചെയ്യാറ്. പിന്നെ എന്നാൽ മീറ്റും എല്ലാ വെറൈറ്റിയും നമ്മളുടെ മെനു. കേരളത്തിൽ നിന്നുള്ളവർക്ക് അറിയാം, പ്രത്യേകിച്ച് മസാലകൾ ഇത്തിരി എരിവും പുളിയും ഒക്കെ വേണം അല്ലേ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷുകാർക്കാണെങ്കിൽ അത്രയും മസാലകളൊന്നും അത്രയ്ക്ക് എരിവുള്ളതൊന്നും അത്ര ഇഷ്ടമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തിൽ, മസാലകളുടെ കാര്യത്തിലൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള ഡിഷുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പല ഡിഷുകൾക്കുമുള്ള ക്രമീകരണം അല്ലെങ്കിൽ അതിനുള്ള റെസിപ്പി, അതിൻ്റെ സ്പൈസ് നിലവാരം അനുസരിച്ച് പല ഡിഷിനും പല റേഞ്ചാണല്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഷുകൾ മാത്രമേ നമ്മൾ നമ്മുടെ മെനുവിൽ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു റെസിപ്പി ഉണ്ട്. അത് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ തന്നെ സോഴ്സ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മുടെ കിച്ചണിൽ നമ്മുടേതായ രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത്, നമ്മൾ പൗഡേഴ്സ് ഒന്നും വാങ്ങിക്കാറില്ല. നമ്മൾ തന്നെ എല്ലാ സ്പൈസസും ഗ്രൈൻഡ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി തന്നെ ചെയ്യണം. അപ്പം അതിന് നമ്മൾ ഇപ്പോൾ 21 വർഷമായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ കൺസിസ്റ്റൻസി പോകാതെ നിലനിർത്തി പോകും. ഇംഗ്ലീഷുകാർക്കൊക്കെ അത് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങിയ കാലം മുതൽ ഇവിടുത്തെ സെലിബ്രിറ്റി ഷെഫ്മാർ, അത് പോൾ ഹോളിവുഡ് അല്ലെങ്കിൽ ഹേറി ബൈക്കേഴ്സ് അങ്ങനെയൊക്കെ വന്നിട്ട് അവർ നമ്മളുടെ ഫുഡ് പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഷോ ആയിട്ട് BBC ഷോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 21 വർഷമായിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ശൃംഖലയിലുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത്രയും വർഷങ്ങളായെങ്കിലും അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മണിക്കൂറും ഞങ്ങൾക്കൊരു ത്രില്ലായിരുന്നു. അപ്പം വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജിയോടുകൂടിയുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. പിന്നെ ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ബിസിനസ്സൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളിത് ഒരു ഹോസ്പിറ്റാലിറ്റി ഓർഗനൈസേഷനാണ്. അപ്പം ഈ കായൽ എന്ന് പറഞ്ഞാൽ കായലിലുള്ള ആൾക്കാർ, ഞങ്ങളുടെ ടീം മൊത്തത്തിൽ ഞങ്ങൾ കായൽ ആർമി അല്ലെ കായൽ ഫാമിലി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഒരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, പക്ഷേ തീർച്ചയായിട്ടും വളരെ പ്രഷറുള്ളൊരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു സംരംഭമാണ്. പക്ഷേ അത് ആ ഒരു വേറെ ലെവലിൽ വളരെ സന്തോഷമായിട്ടും വളരെ ഹാപ്പി ആയിട്ടും പോകും.
വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ റെസ്റ്റോറൻ്റായി തുടങ്ങിയ ഈ കായൽ റെസ്റ്റോറൻറ്റ് UK എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്കുള്ളത്? ഇപ്പം നിലവിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ലെസ്റ്ററിലാണ്. ലെസ്റ്റർ, നോട്ടിങ്ങം, ലിമിങ്ടൺ സ്പാ, അത് വാഴയ്ക്കിലാണ്. പിന്നെ സറയിൽ, 4 സ്ഥലത്താണുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ കായലിൻ്റെ ഹേബ് എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ സെക്ഷനുണ്ട്. കൂടാതെ മറ്റ് ക്വിസീൻസ് ഉണ്ട്, ഇറ്റാലിയൻ അല്ലെങ്കിൽ ബാറുകൾ, അങ്ങനെയുള്ള മറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷേ ഈ കായൽ എന്നുള്ള ഒരു ബേസിലാണ് നമ്മൾ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട്, ഇപ്പോൾ അയർലൻഡിൽ. പിന്നെ നമ്മൾ പുതിയ ഫ്രാഞ്ചൈസ് ഓപ്ഷൻസ്, പുതിയ എക്സ്പാൻഷൻ പ്ലാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒന്നിൽ തുടങ്ങി ഇപ്പോൾ ഒരു 10 മുതൽ മേലെയായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് UK. നമ്മുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി യുണീക്കാണ്. ഞങ്ങളുടേതായ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളുടെ ക്വാളിറ്റി, നമ്മളുടെ സർവീസ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ 20 വർഷത്തിന് മേലെയായി അന്ന് തുടങ്ങിയ ആ ടേസ്റ്റ്, ആ കൺസിസ്റ്റൻസി ഞങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നു. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും സർവീസ് സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിലും അത് നിലനിർത്തുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രായവും എനർജിയും എല്ലാം അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മളുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഓവറോൾ ഫീഡ്ബാക്ക്? പ്രിയ, ഞാനൊരു കംപ്ലീറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണലാണ്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷനും മാസ്റ്റേഴ്സും ഒക്കെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങളിവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏത് കസ്റ്റമറുടെ അടുത്തും ധൈര്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഞങ്ങൾ പെർമിഷൻ എടുക്കാം, നിങ്ങൾ ചോദിക്കുക, അവർ പറയട്ടെ. ഫുഡിനെ കുറിച്ച് റിവ്യൂ പറയാമോ? എക്സലന്റ് ഫുഡ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ള ഫുഡ് തന്നെയാണ്. അതെ. ഇപ്പോൾ ഒരു 20 years ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ഓൺലി പ്ലേസ് എൻ്റെ അമ്മ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഓൺലി പ്ലേസ് ദാറ്റ് യു ഈറ്റ് ഇൻ ദി UK. ഏതാണ് ഏറ്റവും എപ്പോഴും സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ഏത് ഫുഡാണ്? പൊറോട്ട, പ്രോൺസ്, പിന്നെ അടിപൊളി ആട്. ആട്. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാടൻ സ്റ്റൈൽ ബീഫ് ഫ്രൈ പോലെ, പക്ഷേ ശരിക്കും ലാംബായിരിക്കും. ലാംബ് UK ഇന്ത്യൻ സ്റ്റൈൽ ഡിഷസ് ലാംബ് പോപ്പുലർ. അപ്പോൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നു? ഇപ്പോൾ ഏകദേശം 20 years ആയിട്ട് വരുന്നുണ്ട്. 20 years. അപ്പോൾ തുടക്കം മുതലേ ഉണ്ടോ? അതന്നെ, നമ്മൾ ആദ്യത്തെ കസ്റ്റമേഴ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫ് നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ ഒരു ദിവസം വായിക്കുമ്പോൾ നമ്മൾ കണ്ടു റെസ്റ്റോറൻറ്റ്, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ്. അപ്പോൾ പുള്ളിക്കാരത്തി UP എന്നാണ്. അപ്പോൾ ഷീ സെഡ് വി ഷുഡ് ഗോ ആൻഡ് ഹാവ് എ ലുക്ക്. അപ്പോൾ അത് അന്ന് ഇനോഗ്രേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ ഇനോഗ്രേഷൻ ഡേ മുതലേ നമ്മളിങ്ങനെ വരാൻ തുടങ്ങിയത്. എന്നാൽ പിന്നെ ജയമാനായിട്ട് പരിചയമൊക്കെ ആയത്. ഞങ്ങളുടെ കായലിൻ്റെ അമ്മയാണ്. വർഷം ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് മുതലുള്ള പരിചയമാണ്. തുടങ്ങിയ കാലം മുതൽ ഇവിടെ വരാറുണ്ട്. ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്ങിൻ്റെയും ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഞങ്ങളുടെ അമ്മയാണ്. അപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് ഇവർ വന്നപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വളരെ ഭാഗ്യമാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 1979 ലെസ്റ്ററിൽ വന്നതാണ്. വന്നപ്പോൾ മുതലുള്ള കഥയും പിന്നെ കായലുമായിട്ടുള്ള ബന്ധവും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഒരിക്കൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് പരിചയത്. അപ്പോൾ ഞാൻ വലിയ കുക്കൊന്നുമില്ല. പക്ഷേ ഇവർ പക്ഷേ എങ്ങനെയാണ് ഇവിടെ മാങ്ങ കിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെ മാങ്ങ ഉണ്ടാക്കുക? അയ്യോ എന്ന് ചെയ്തൊക്കെ ഭാര്യയൊക്കെ എന്താ പേര് ശിക്ഷയ്ക്ക് പറഞ്ഞു കൊടുത്തു. കുക്കിംഗ് ആപ്പിൾ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് കൊച്ചു കൊച്ചാക്കി മാങ്ങ കൂട്ടുണ്ടാക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം ആദ്യം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കായൽ തുടങ്ങിയപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഇവിടെ വന്ന് ദോശ ആദ്യമായിട്ട് ദോശ ഇട്ടു, ബെസ്റ്റ് ദോശ. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മയ്ക്ക്. ഞാൻ നന്നായിരിക്കുന്നു, ഇതുവരെ ഒരു ദോശയും ഞാൻ ഇത്ര നന്നായിട്ട് കഴിച്ചു. നല്ല ദോശ, എനിക്കിഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു എൻ്റെ ബർത്ത്ഡേ പറഞ്ഞാൽ എല്ലാം ഇവിടെയാണ് ആഘോഷിക്കുക. വരുന്നവർ പറയും അയ്യോ സുധ ചേച്ചി എനിക്ക് ആ കായലിൽ പോയാൽ മതി, അവിടുത്തെ ഭക്ഷണം. എല്ലാവർക്കും വെജിറ്റേറിയനേക്കാളും നോൺ വെജല്ലേ ഇഷ്ടം. അപ്പോൾ ഇവിടുത്തെ പിന്നെ ഫിഷ്, പ്രത്യേകിച്ച് ഈ നാട്ടിലത്തെ ഒരു ഫിഷില്ല ഇങ്ങനെ പൊള്ളിച്ചത് എല്ലാവർക്കും ഭയങ്കര ചെയ്യും. നാട്ടിൽ കഴിക്കുന്നതിന് സ്വാതന്ത്ര്യം ഇവിടെ. ഇപ്പോൾ ഇവിടെ തന്നെ കഴിച്ചു. അതൊക്കെ പ്രത്യേകമാണ് എല്ലാം. പിന്നെ ഈ ഒരു പെപ്പർ ചിക്കൻ ബെസ്റ്റ്
എൻ്റെ മോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ വരുന്നു. അങ്ങനെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാം കറി ബെസ്റ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് കായൽ റെസ്റ്റോറൻറ്റിൻ്റെ ഭക്ഷണ കാഴ്ചകളാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. From the misty hills of Munnar to the backwaters of Kumarakom, Kerala's flavors are a celebration of tradition. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. When Kayal first opened, Kerala cuisine was unheard of. It was unusual. In 20 years of our operation, Kayal has made Kerala cuisine a renowned experience, celebrated across the UK. Recognized by The Times, The Guardian, BBC, and more, Kayal is known for its authenticity and warm hospitality. One of Kayal's unique brands, Kayal's Herb, our authentic vegetarian brand. Join us in celebrating 20 years of Kerala's finest. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹായ്, ഹലോ, നമസ്കാരം. മിന്നൂസ് ഫ്രഷ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാരളം എന്ന സ്ഥലത്താണ്. മിന്നൂസ് ഫ്രഷിൻ്റെ ഒരു കിഡിലൻ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമുക്കിന്ന് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, അതിലേക്ക് പോവാം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിന്നൂസ് ഫ്രഷിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസി ജോഷി മാമാണ്. മാം, വെൽക്കം ടു ദ ഷോ. ഓക്കെ മാം, അപ്പം നമ്മൾ നേരത്തെ കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഈ ഒരു റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ലോക്കൽ കർഷകരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണത്. ബാക്കി നമുക്ക് ഇവിടെ കിട്ടാത്ത ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഇവിടെ കർഷകരിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൽ അവർക്ക് കിട്ടുന്ന റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് കൊടുത്താണ് നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രോഡക്റ്റ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറയിൽ കുറേ സ്റ്റാഫുകളൊക്കെ കാണും. ശരിക്കും എത്ര സ്റ്റാഫുകളുണ്ട്? നമുക്ക് പെർമനൻറ്റ് സ്റ്റാഫ് 4 പേരാണ്. ബാക്കി നമുക്ക് വർക്കിന് നമുക്ക് കൂടുതൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഞങ്ങൾക്കിവിടെ സ്ത്രീകൾ നമുക്ക് ഞങ്ങളുടെ സ്റ്റാഫുകളായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇത്രയും ഐറ്റങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് മിന്നൂസ് ഫ്രഷിന് ഏകദേശം ഒരു 70+ പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതലും ആളുകൾ തിരയുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ടിൻ്റെ പുട്ടുപൊടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബേബി ഫുഡായ കണ്ണങ്കായ പൗഡർ, അത് രണ്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റങ്ങളാണ്. പിന്നെ ബേബീസിൻ്റെ തന്നെ ഉപയോഗിക്കുന്ന സ്പ്രൗട്ടഡ് റാഗി പൗഡർ, അത് ബേബീസിന് മാത്രമല്ല വലിയവർക്കും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനും സെയിൽ കൂടുതലാണ് നമുക്ക്. പിന്നെ സ്പ്രൗട്ടഡ് വീറ്റിൻ്റെ ഐറ്റംസുകൾ, പിന്നെ എന്താ പറയുക, ജാക്ക് ഫ്രൂട്ടിൻ്റെ തന്നെ വേറെ പുട്ടുപൊടികൾ നമുക്കുണ്ട്. ബനാനയുടെ പുട്ടുപൊടികളുണ്ട്. പിന്നെ അതുപോലെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്തോ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. എന്താണ് ശരിക്കും ഇതിന് നമുക്ക് 1 മാസമാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിന് ലൈഫ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ സൾഫറൊന്നും ചേർക്കാതെ ഞങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് തേങ്ങ സംഭരിച്ച് ഞങ്ങളുടെ മെഷീനിൽ ഡ്രൈ ചെയ്ത് നമ്മളിവിടെ തന്നെ വെളിച്ചെണ്ണയാക്കി എടുക്കുന്നതാണ്. ഇതിൽ ലൈഫ് വളരെ കുറവാണ്. ഇതിൽ പ്യുവർ
കോക്കനട്ട് ഓയിലാണ്. നമ്മളിതിൽ പുതിയ ഐറ്റങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബേബീസിന് വേണ്ടിയിട്ടുള്ള ഓയിലുകളാണ് നമ്മൾ സെറ്റാക്കി വരുന്നത്. അടുത്ത മാസം നമ്മളത് മാർക്കറ്റിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞു, ഇവിടുത്തെ എന്താ പറയുക, ചക്ക വരട്ടി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും അത് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ബേസിക്കലി ആവശ്യമായിട്ടുള്ള നെയ്യ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അല്ലേ? അതെങ്ങനെയാണ് അത് സംഭവം? അത് നമുക്ക് കൃഷിയുണ്ട്. കൃഷിയുടെ ഒപ്പമാണ് നമ്മളെ ഇതിലേക്കുള്ള റോ മെറ്റീരിയൽസ് കർഷകരിൽ നിന്നും ഞങ്ങളുടെ കൂടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ പ്രോഡക്റ്റുകൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളെ കമ്പനിയിൽ നിന്നുള്ള ബാക്കിയുള്ള വേസ്റ്റാണ് ഞങ്ങൾക്ക് പശുവിന് കൊടുക്കുന്നത്. അവരുടെ പാലും നെയ്യ് നമ്മളിവിടെ ചക്കവരട്ടിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചക്കവരട്ടിക്ക് പക്ഷേ ലൈഫ് വളരെ കുറവാണ്. നമുക്ക് ഒരാഴ്ച ലൈഫ് ഞങ്ങളുടെ ചക്കവരട്ടിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഷോപ്പുകളിൽ അവൈലബിൾ അല്ല, നമ്മൾ നേരിട്ടാണ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. മാം, ഞാൻ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് കുറേ പ്രോഡക്റ്റ്സ് കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഈ ഒരു പ്രോഡക്റ്റാണ്, അതായത് മുളപ്പിച്ച ഉലുവ പുട്ടുപൊടി. ശരിക്കും എന്താണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി? ഇത് നമ്മൾ ഷുഗർ രോഗികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഇപ്പോൾ പുതിയത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പ്രോഡക്റ്റാണ്. ഉലുവ മുളപ്പിച്ച് അവർക്ക് ഉള്ള പുട്ടുമായിട്ട് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഉലുവ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉലുവ പുട്ടുപൊടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രോഡക്റ്റാണ്. അതെ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ. സോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു സെഗ്മെൻറ്റുമായി വീണ്ടും കാണാം. ബൈ. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ റെൻ്റൽ ഫ്ലോറിലാണ്. ഇതൊരു ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറക്കാട്ട് ജുവൽസ് തന്നെയാണ് 24 ക്യാരറ്റ് പ്യോർ ഗോൾഡ് ലെയർഡ് ഓർണമെൻറ്റ്സ് ലോകത്തിന് ആദ്യമായി നൽകിയതല്ല, അവതരിപ്പിച്ചതും പറക്കാട്ട് ജുവൽസാണ്. റെൻ്റൽ കളക്ഷൻസിൻ്റെ വലിയ ഒരു ഷോറൂം അല്ലെങ്കിൽ വലിയ ഒരു ഫ്ലോർ എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് കോവിഡ് എല്ലാം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കുറച്ച് ഒരു എന്താ പറയുക, ആഭരണങ്ങളും കല്യാണത്തിനുള്ള ഓർണമെൻറ്റ്സൊക്കെ വാങ്ങാനായിട്ട് ഒരല്പം ബഡ്ജറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു പറക്കാട്ട് ജുവൽസാണ്. അപ്പോൾ പറക്കാട്ടിൻ്റെ കൂടാതെ നമ്മൾക്ക് റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻ പലയിടത്തുനിന്നും നമുക്ക് നേരത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും കോൺഫിഡൻസോടുകൂടി അണിയാനായിട്ട് സാധിക്കില്ല. കാരണം ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇമിറ്റേഷനാണ്, അത് സ്വർണ്ണമല്ല. പക്ഷേ പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഒരു ഫസ്റ്റ് ലുക്കിലായിക്കോട്ടെ, ഇനി നമ്മൾ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഫിനിഷും ബാക്കി വെയിറ്റ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയാലും ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് റെൻ്റൽ ഫ്ലോറിലാണല്ലോ. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പോഴത്തെ കാലത്തെ ഒരു പെൺകുട്ടികൾക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഗോൾഡിൽ ഇത്രയും ഒരു ക്യാഷ് മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അതിൻ്റെ ഒരു ഗോൾഡിന് മാത്രമല്ലല്ലോ നമ്മൾ മുടക്കേണ്ടി വരിക, ഗോൾഡിന് അതുപോലെ തന്നെ നമ്മൾ അതിൽ വരുന്ന സ്റ്റോൺസിന്, മുത്തുകൾക്ക്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഹെവി ആയിട്ടുള്ളൊരു മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, കള്ളന്മാരുടെ ഒരു ഉപദ്രവം, അല്ലെങ്കിൽ നമ്മൾ ലോക്കറിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം. അപ്പം നമ്മൾക്കൊരു അടുത്തൊരു ഫംഗ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഈ ഓർണമെൻറ്റ് പോയി എടുക്കാൻ പോലുള്ള സമയം കിട്ടില്ല. ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, അതെടുത്ത് ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു തന്നെയല്ല, ഇന്നത്തെ കുട്ടികളൊന്നും നമ്മുടെ മലയാളീസ് എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നു, പഠനം കഴിഞ്ഞ് അവിടെ ജോലിയിലേക്ക് വരുന്നു. അവർക്കൊന്നും പിന്നീട് അവരുടെ ഒരു കോസ്റ്റ്യൂമിനോ ഒന്നും ചേരുന്ന രീതിയിൽ ഒരിക്കലും
ഗോൾഡ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. മോഡേൺ ട്രെൻഡി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിനൊപ്പം ചിലപ്പോൾ ഹെവി ഓർണമെൻറ്റ്സ് ഒന്നും യോജിക്കില്ല. അപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈവൻ ഗോൾഡ് എടുത്താലും ഇനി പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് എടുത്താൽ പോലും അതും നമ്മൾക്ക് ഇപ്പോൾ പിന്നീടൊരു യൂസ്, കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് സ്റ്റേജിലൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും ഫോട്ടോഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മൾക്ക് പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റായിരിക്കും, കോൺഫിഡൻസോടുകൂടി നിൽക്കാനും പറ്റും. പക്ഷേ അതിന് ശേഷം ഈ ഓർണമെൻറ്റ്സ് പോലും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ന്യൂ ജെൻ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് പറക്കാട്ടിൻ്റെ ഈ ഒരു റെൻ്റൽ ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെട്ടിനാട് കളക്ഷൻസ് മാത്രമല്ല, ഇതുണ്ടോ ഒരുപാട് കളക്ഷൻ ചെട്ടിനാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇനി ചെട്ടിനാട് കളക്ഷൻ മാത്രമല്ല, നമ്മൾക്ക് ഹിന്ദു ബ്രൈഡ്സിനും മുസ്ലിം ബ്രൈഡ്സിനും ക്രിസ്ത്യൻ ബ്രൈഡ്സിനും എല്ലാം പറ്റിയ ചെട്ടിനാട് കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഹിന്ദു കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ വൈറ്റ് റോഡിയം ചെയ്തിട്ടും റോസ് ഗോൾഡ് ചെയ്തിട്ടും ഒക്കെ വരുന്നതും ഇനി യെല്ലോ ഗോൾഡിൽ വരുന്നതുമായിട്ടുള്ള ഒരുപാട് ചോക്കേഴ്സ് നമുക്ക് ലെഹങ്കാസിൻ്റെ കൂടെയോ അല്ലെ ഇപ്പം എന്താ പറയുക ക്രോപ്പ് ടോപ്പോ അല്ലെ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അല്ലെ പാർട്ടി വെയർ സാരീസിൻ്റെ ഒക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരുപാട് ചോക്കർ നെക്ലേസുകൾ, ഇനി അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ബാംഗിൾസ്, ചെട്ടിനാട് കളക്ഷൻ ആയിക്കോട്ടെ, ഇനി നമ്മളുടെ ഡയമണ്ട് പാറ്റേണിൽ വരുന്നതായിക്കോട്ടെ, അതുപോലെയുള്ള ബാംഗിൾസ്, ഇനി നമ്മൾക്ക് മറ്റ് ഓർണമെൻറ്റ്സും കൂടെ കാണാം. അപ്പോൾ ഓർണമെൻറ്റ്സ് മാത്രമല്ല, ജിംകാസ്, ചുട്ടി, മാട്ടി, വങ്കി, അങ്ങനെയുള്ള എല്ലാ കളക്ഷൻസും പറക്കാട്ടിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിൽ ഷോറൂമിൽ അൺകട്ട് നെക്ലേസ് തൊട്ട് തുടങ്ങിയിട്ടുള്ള പാറ്റേണുകൾ, ട്രഡീഷണൽ മുല്ലമുട്ട്, നാഗപടം, പാലയ്ക്ക, കാശിമാല തുടങ്ങിയിട്ടുള്ളത് തൊട്ട് എല്ലാ കൈൻഡ് ഓഫ് ജ്വല്ലറീസും പറക്കാട്ടിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലെ റെൻ്റൽ ഫ്ലോറിലും പറക്കാട്ടിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഷോറൂമുകളിൽ ഇപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷൻ റെൻ്റൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ റെൻ്റൽ ഒരു സെക്ഷനും കൂടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സിനായിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂം നിങ്ങൾ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലെ വീഡിയോ കോളിലൂടെ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. Happy Land Amusement Park, Thiruvananthapuram. From the misty hills of Munnar to the backwaters of Kumarakom, Kerala's flavors are a celebration of tradition. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. When Kayal first opened, Kerala cuisine was unheard of. It was unusual. In 20 years of our operation, Kayal has made Kerala cuisine a renowned experience, celebrated across the UK. Recognized by The Times, The Guardian, BBC, and more, Kayal is known for its authenticity and warm hospitality. One of Kayal's unique brands, Kayal's Herb, our authentic vegetarian brand. Join us in celebrating 20 years of Kerala's finest. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഹാപ്പിയായി ഇരിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണിത്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്ത് വന്നെത്തിപ്പെടാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് കന്യാകുമാരി ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, എവിടെ നിന്നായാലും വന്നോളൂ, ഹാപ്പിയായി തന്നെ തിരിച്ചു പോകാം.
very good. May I know your good name, please? Sorry? Your good name, please. Name. Bernadette. Okay. How about you? Rolanda. Okay. Hi. Can I know your name, please? Maria. Okay. My name is Maria. Okay. Very nice meeting you. Which country are you all from? Germany. Germany. All three of you? No, she is from Austria. I'm from Austria. Austria. And how about you, ma'am? Pardon? Which country are you from? Germany. Germany. Yeah. Okay. So, how is India? How is Trivandrum? How is Happy Land? Beautiful. Very beautiful. Very much fun. Okay. Enjoying? Yes. Yes? Yes, very enjoying. Enjoying. How about you, ma'am? Yes, I like it very much. And I've been happy. I'm happy to stay here. That's nice. So, have you been here earlier or is the first Yes. time? No, I have been here. You've been here earlier. Yes. Okay. So, experience the rides here in this amusement park? Yes, it's Yes. quite a ride. Yeah? We like it. You like it? Yes. Okay. Much more to explore? Many more actually? I think so, yes. We're Yes? just getting started. Okay. So, all of you are prepared for this, right? Yes. Yes. Okay. So, very nice meeting you all. Wish you all the best, ma'am. See you soon again. Thank you for coming. Thank you. Hi. ഹായ് എവിടെ നിന്ന് വരാ? കന്യാകുമാരി. കന്യാകുമാരി. മലയാളം, തമിഴ്? തമിഴ്. മലയാളം പുരിയുமா? புரி കുറച്ച് അരിയും. அரியூட்டோ. அரியா. பேர் சொல்லுங்க. விஜய் பாஸ்கர் ஃப்ரம் கன்னியாகுமரி. என்ன பண்றீங்க? நம்ம MBA கம்ப்ளீட் பண்ணிருக்கேன். இப்போ ஜாபுக்கு வேண்டி ட்ரை பண்ணிட்டு இருக்கேன். All the best for your job. Thank you. அஜய் பாஸ்கர். എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ ഫൈനൽ ഇയർ. ഫൈനൽ ഇയർ. ബ്രദേഴ്സ്? ത്രീ ബ്രദേഴ്സ് ആണല്ലേ? കവി ഭാസ്കർ. എന്ത് ചെയ്യാ? 11th സ്റ്റാൻഡേർഡ്. 11th. ഓക്കേ. அப்புறம் அம்மாவா? அம்மா. சந்திரகலா. பேரு? சந்திரகலா. அபிநயா. എന്ത് ചെയ്യുന്നു? BE கம்ப்ளீட் பண்ணிட்டு வர்க் பண்ணிட்டு இருக்கேன். HR. ஹலோ மேடம். பேரு? சுபிதா. ஹலோ சார். பேர்? ஹர்கீஸ். சீலன். என்ன பண்றீங்க? பிசினஸ் பண்ணு. இங்க தான் கன்னியாகுமரி. கன்னியாகுமரியில. பாப்பா பேர் என்ன? ஐரா. நல்ல பேரா இருக்கே. எத்தனாவது படிக்கிறீங்க? LKG. ஓ, இங்க என்ஜாய் பண்ண வந்திருக்கீங்களா? பிடிக்குமா? பிடிச்சிருக்கா? நல்லா இருக்கு. அங்க பாருங்க, அங்க பார்த்து சொல்லுங்க. நல்லா இருக்கா சொல்லுங்க. நல்லா இருக்கு. பிடிச்சிருக்கு. எதுல போறீங்க இப்போ? டேஷிங் கார். இடிச்சு போறீங்களா? சூப்பர். எப்படி இருக்கு எக்ஸ்பீரியன்ஸ்? நல்லா இருக்குங்க. நல்லா இருக்கு. முதல்ல முன்னாடி வந்திருக்கீங்களா? இல்ல, இதான் ஃபர்ஸ்ட் டைம். ஃபர்ஸ்ட் டைமா? என்ஜாயிங்? என்ஜாயிங். வேற இப்போ டேஷிங் கார்ல தான் போயிருக்கீங்களா? இட்ஸ் வெரி குட். இட்ஸ் வெரி குட். ஓகே. அப்புறம் எங்க ஓடுறீங்க? வாங்க. ஹாய். என்ன பண்றீங்க சொன்னீங்க? இல்ல நான் MBA கம்ப்ளீட் பண்ணிட்டு ஜாபுக்கு ட்ரை பண்ணிட்டு. ஜாபுக்கு ட்ரை பண்ணிருக்கேன். ஓகே. இங்க எப்படி தெரிஞ்சு ஃப்ரெண்ட்ஸ் மூலமா வந்தீங்களா? இல்ல ஃப்ரெண்ட்ஸ் மூலமா இல்ல. ஆக்சுவலி அந்த பாப்பா தான் வந்துட்டு ரொம்ப நாளா கேட்டுட்டு இருக்குது. இந்த யூடியூப்ல வீடியோஸ் எல்லாம் பார்த்துட்டு அம்யூஸ்மெண்ட் பார்க் ஏதாவது போகணுட்டு அவளே தான் ரொம்ப ஆசை. அப்போ அந்த மாதிரி இருக்கிற நேரத்தில் தான் நம்மளுக்கு கன்னியாகுமரி மாவட்டத்தில்னு எதுவுமே இல்லை பெருசாக. பக்கத்துலனா மதுரை இல்லைன்னா கொச்சி, பெங்களூர் இந்த மாதிரி தான் போகணும். அப்படின்றப்ப நாங்கள் சர்ச் பண்ணி பார்த்ததில் தான் இந்த ட்ரிவாண்டத்தில் நம்மளுக்கு ஹாப்பி லேண்டுன்றது இருக்கிறது எங்களுக்கு தெரியும். அதை சர்ச் பண்ணி பார்த்து டிக்கெட்ஸ் எல்லாமே அதில் நாங்கள் என்கொயரிலாம் பண்ணி டேரெக்டாக ஸ்பாட்டுக்கு வந்துட்டோம். எல்லாமே ரீச் ஆகிறது கூட எந்த ஒரு ப்ராப்ளமும் இல்லை. ட்ரெயின், அதுக்கப்புறம் பஸ், ஸ்ட்ரெயிட் பஸ் தான் நம்ம ட்ரிவாண்டம் பஸ் ஸ்டாண்ட்லேருந்து. அதுக்கப்புறம் ஒரு ஆளுக்கு 650 ருபீஸ் ஃபேரு. வீக்கெண்ட்ஸில் 700 வாங்குறாங்க. வந்து இப்போ ஒரு 4-5 விளையாட்டுக்கு போயிருக்கோம். எல்லாமே எங்களுக்கு சாட்டிஸ்ஃபைடாக தான் இருக்குது. ரொம்ப நல்லா இருக்குது. சின்ன பசங்களுக்கு கூட எந்த எவ்வளோ சின்ன பசங்களாக இருந்தாலும் எந்த ப்ராப்ளமும் இல்லை. எல்லாருமே சேஃப் அண்ட் செக்யூராட்டு. அவங்களுக்கு எந்த ப்ராப்ளம் இல்லாமல் மாதிரி யாருனாலும் என்ஜாய் பண்ணிக்கலாம். சின்னவங்கலேருந்து பெரியவங்க வரைக்கும் ஏஜ் லிமிட் அந்த மாதிரிலாம் எதுவும் இல்லை. ரொம்ப நல்லா இருக்குது. ஓகே, കണ്ടിപ്പാ എല്ലാവരും ഒന്ന് വിസിറ്റ് பண்ணி ട്രൈ பண்ணி பாருங்க. അവർ കന്യാകുമാരിയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. അവിടുന്ന് ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ചാണ് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത്. ദേ ആർ വെരി ഹാപ്പി വിത്ത് ദ പ്ലേസ്. അവർക്ക് നല്ല സേഫ് ആയിട്ടും വളരെ എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കേട്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്, താങ്ക്സ് ഫോർ ടോക്കിംഗ് വിത്ത് us. സീ യു സൂൺ. എൻജോയ്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് ഹാപ്പി വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനിയും കുറേ ഹാപ്പി വിശേഷങ്ങൾ നമുക്ക് കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. അടുത്ത എപ്പിസോഡിലാവട്ടെ. സുക്രിയ ജയറാം ടോക്കിംഗ് ടു യു. ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Kyle's Herb, Kerala Herbal Cuisine. Co-powered by Global Laboratories and Testing LLC. This program is brought to you by Minnows Fresh